അവസാനത്തെ മണിക്കൂറുകളാണ് അല്ലെ. ഇനി മണിക്കൂറുകളുടെ ദൂരം മാത്രമേ ഉള്ളൂ. അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് അങ്ങ് ടൈറ്റായി. കുറച്ച് ടെൻഷൻ ഉണ്ടോ? ഒട്ടുമില്ല. അല്ല, ഞങ്ങൾക്ക് അവസാന ദിവസത്തേക്ക് പ്രചരണത്തിൻ്റെ അവസാന ദിവസം, ഇനി നാളെ ഒരു ദിവസം പകുതിയല്ലേ ഉള്ളൂ, വന്നപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പിന്നെ ആ ടൈറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ഒട്ടും ഫീൽ ചെയ്യാത്ത അവസ്ഥയാണ്. ഏത് UDF എന്നോട് ചോദിച്ചാലും ഇപ്പോൾ വലിയ കോൺഫിഡൻസ് ആണല്ലോ. അല്ല, അതിപ്പോൾ ഇപ്പം അൻവർ ഒരു ഘടകമായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഭരണവിരുദ്ധ വികാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും. ഈ സർക്കാരിനെതിരെയുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് പൊതുവെ ഏത് സർക്കാർ വെച്ചാലും കേരളത്തിൽ ഉണ്ടാവുന്നതാണ്. ഈ സർക്കാരിനെതിരെയുള്ള സെൻറ്റിമെൻറ്റ്സിനെ നേരെ നെടുകെ പിളർത്തില്ലേ അൻവർ? അങ്ങനെ ആകുമ്പോൾ ഈ പറഞ്ഞ ടൈറ്റ് എന്ന് പറയുന്നത് കൂടുതലല്ലേ ചെയ്യുക? അതെങ്ങനെയാണ്? ഭരണകക്ഷി MLA രാജിവെച്ച് അത് ആ ഭരണകക്ഷിക്കുള്ള കൊള്ളരുതായ്മകൾ പറഞ്ഞാൽ പിന്നെ അത് ഡിവൈഡ് ആകുന്നത് എങ്ങനെ? ഭരണകക്ഷി അല്ലെങ്കിൽ സിറ്റിംഗ് MLA രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ. രാജിവെച്ചതിന് എന്തിനാ? ഭരണം കൊള്ളാത്തതുകൊണ്ടല്ലേ. ഭരണം കൊള്ളൂല, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞ് രാജിവെച്ചപ്പോൾ തന്നെ സർക്കാരിൻ്റെ കൊള്ളരുതായ്മയാണ് ഇവിടുത്തെ ഫോക്കസ്. അങ്ങനെയാണെങ്കിൽ ആ അൻവർ ആയിരുന്നു UDF-നൊപ്പം നിന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് സമാഹരിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ടെൻഷൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു കുറച്ചൊരു മിസ്കാൽക്കുലേഷൻ അക്കാര്യത്തിൽ UDF-ന് സംഭവിച്ചോ? അതൊക്കെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം എത്തി നിൽക്കുമ്പോൾ അതിനെയും മറികടന്ന് UDF മേൽക്കൈക്ക് നേടിക്കഴിഞ്ഞല്ലോ. UDF മേൽക്കൈ നേടിക്കഴിഞ്ഞു. ഇനി എന്തിനാ ഞങ്ങൾ ആവശ്യമില്ലാതെ ഈ ഡേ 1 പോകേണ്ട കാര്യം? ആ ഡേ 1 പോകേണ്ട യാതൊരു ആവശ്യം UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പമില്ല. കാരണം അതൊക്കെ മറികടന്ന് സർക്കാർ വിരുദ്ധ വികാരം ഇവിടെ പ്രതിഫലിപ്പിക്കാനുള്ള UDF-ൻ്റെ ശ്രമം 100% വിജയത്തിലേക്ക് പോവാണ്. പിന്നെ എന്തിനാ വെറുതെ ബാക്കോട്ട് സഞ്ചരിക്കണം? ഇപ്പോൾ പലയിടത്തും പോകുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ബൂത്തുകളിൽ അത്യധ്വാനം ചെയ്യുന്നുണ്ട്. ഇപ്പം മുൻകാലങ്ങളിലൊക്കെ ആര്യാടനും ലീഗും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. മുസ്ലിം ലീഗിന് സാധാരണ നിലയിൽ വോട്ട് ചെയ്യുന്ന പലരും ആര്യാടന്മാർക്ക് വോട്ട് ചെയ്തിരുന്നില്ല എന്നൊക്കെ അനാലിസിസുകൾ ഉണ്ടായിരുന്നു 2016 പ്രത്യേകിച്ചും. അപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് എല്ലാവർക്കും സ്വീകാര്യനാണോ സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ 100% അങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഒരു വോട്ട് പോലും ഇങ്ങനെയൊന്നുള്ള സെൻറ്റിമെൻറ്റ്സിൻ്റെ പേരിൽ പോകാൻ പാടില്ല എന്നൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടോ ലീഗ്? ആ ലീഗിനെ അറിയാത്തവരാണ് ഇതൊക്കെ. ആര്യാടൻ ഇവിടെ മത്സരിച്ചപ്പോഴും ആര്യാടനും ലീഗുമായി എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും ലീഗുകാർ ആര്യാടന് വോട്ട് ചെയ്തില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിട്ടേ ഇല്ല. അത് മീഡിയയിൽ മാത്രം വരുന്ന ഒരു സംഗതിയാണ്. ഞങ്ങൾക്കത് അറിഞ്ഞൂടാ. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ നിന്നപ്പോഴൊക്കെ പാണക്കാട് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതത് കാലത്ത് ശിഹാബ് തങ്ങളായാലും ഹൈദരലി തങ്ങളായാലും ഇപ്പോൾ സാദിഖ് അലി തങ്ങളായാലും ലീഗിൻ്റെ വോട്ട് ആ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവും. അല്ലാത്തതൊക്കെ ഞങ്ങൾ മീഡിയ കാണുമ്പോൾ നമ്മളെ പറ്റിയാണല്ലോ ഈ പറയുന്നത് എന്നും പറഞ്ഞ് പിന്നെ ഞങ്ങൾ അത്ഭുതപ്പെടലാണ്.